മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരാണെന്ന കാര്യത്തിൽ സിനിമാ പ്രേമികൾക്കിടയിൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തർക്കം നടക്കുന്നുണ്ട്. ചിലർക്ക് അത് മഞ്ജു വാര്യർ ആണെങ്കിൽ മറ്റ് ചിലർക്ക് അത് നടി ഉർവശിയാണ്. അതിന് രണ്ടുപേരുടെ ആരാധകർക്കും അവരുടേതായ കാരണങ്ങളും പറയാനുണ്ട്. എന്നാലിപ്പോൾ വൈറലാകുന്നത് യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ മമിത ബൈജു ആണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടൊരു കുറിപ്പാണ്. ഫേസ്ബുക്ക് യൂസറായ അനോജ് ചന്ദ്രയാണ് തൻ്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ മമിത ബൈജുവാണെന്ന് കുറിച്ചത്. വർഷങ്ങളോളമായി മഞ്ജു വാര്യർ ജനപ്രിയയായി തുടരുന്നു എന്ന കാരണത്താൽ അവരെ ഒരിക്കലും ലേഡി സൂപ്പർ സ്റ്റാർ ആക്കാൻ പറ്റില്ലെന്ന് അനോജ് ചന്ദ്ര കുറിച്ചു. കുറിപ്പ് ഇങ്ങനെയാണ്: ലേഡി സൂപ്പർ സ്റ്റാർ സത്യത്തിൽ മഞ്ജു വാര്യരാണോ അതോ മമിത ബൈജു ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്തിരുന്നാലും ശരി, എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. അത് മഞ്ജു വാര്യർ അല്ല, മമിത ബൈജു ആണ്. യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ മമിത ബൈജു തന്നെയാണ്. എന്നുവെച്ചാൽ ആരാണ് മികച്ച അഭിനേത്രി എന്ന ചോദ്യത്തെ മാത്രം മുൻനിർത്തിയല്ല ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണമൊക്കെ ഒരു നടിക്ക് കൊടുക്കേണ്ടത്. മറിച്ച് ഒരു താരത്തിന് എത്രത്തോളം സ്റ്റാർ വാല്യൂ ഉണ്ട്, ജനപ്രീതിയും യുവതലമുറയിലെ സ്വാധീനവുമുണ്ട്, സിനിമയെ തനിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്, ഒരു തലമുറയുടെ പ്രതിനിധിയാകാനുള്ള ശേഷിയുണ്ട് എന്നിവയൊക്കെ നോക്കിക്കൂടിയാണ് അയാൾക്ക് ലേഡി സൂപ്പർ സ്റ്റാർ പദവി കൊടുക്കേണ്ടത്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ മമിത തന്നെയാണ്. നോക്കൂ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ സ്ത്രീ താരങ്ങളിൽ ഒരാളാണ് മഞ്ജു. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്ന് കരുതി വർഷങ്ങളോളം അവർ ജനപ്രിയയായി തുടരുന്നു എന്ന കാരണത്താൽ അവരെ ഒരിക്കലും ലേഡി സൂപ്പർ സ്റ്റാർ ആക്കാൻ പറ്റില്ല. പക്ഷേ മമിതയോ വളരെ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ അവർ ഒരു പ്രത്യേക തലമുറയുടെ മുഖമായി മാറിയിരിക്കുന്നു. പുതിയ തരത്തിലുള്ള താരമൂല്യം സൃഷ്ടിക്കുന്നു. മഞ്ജുവിൻ്റെ സ്റ്റാൻഡപ്പ് മഞ്ജു വാര്യർ എന്ന പേരിൻ്റെ തന്നെ മൂല്യം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മമിത അഭിനയിക്കുന്ന സിനിമ എന്നത് തന്നെയാണ് മമിത ബൈജുവിൻ്റെ കാര്യത്തിൽ പ്രേക്ഷകരിൽ കൗതുകമുണ്ടാക്കുന്ന കാര്യം. അതായത് മഞ്ജുവിന് താരപദവിയുടെ സ്ഥാപിതമായ ഒരു അധികാരം ഇവിടെയുണ്ട്. പക്ഷേ മമിതയ്ക്ക് പുതിയ തലമുറയുടെ ഒരു ആവേശം തന്നെയുണ്ട്. അതിനാൽ എൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മമിത ബൈജു ആണ് എന്നായിരുന്നു കുറിപ്പ്. മമിത ഇന്ന് തെന്നിന്ത്യയിലെ തിരക്കുള്ള യുവനടിയും താരമൂല്യമുള്ള നായികയുമാണ്. ചെറിയ കാലയളവിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളിൽ മിക്കവർക്കൊപ്പവും അഭിനയിക്കാനും കഴിഞ്ഞു, അതും നായിക റോളിൽ. ഭാഗ്യനായിക എന്ന വിളിപ്പേര് പോലും മമിതയ്ക്ക് ചാർത്തിക്കൊടുത്തു കഴിഞ്ഞു സിനിമാ പ്രേമികൾ. ജനനായകൻ, വിശ്വനാഥൻ സൺസ്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്നിവയാണ് മമിതയുടെ ഏറ്റവും പുതിയ റിലീസുകൾ. അതിൽ സൂര്യ ചിത്രവും വിജയ് ചിത്രവും ഇതിനോടകം 100 കോടി ക്ലബ്ബിൽ കയറിക്കഴിഞ്ഞു. ബെത്ലഹേം കുടുംബ യൂണിറ്റിനും ഈ സിനിമയിലെ മമിതയുടെ പ്രകടനത്തിനും ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. അതേസമയം മഞ്ജു വാര്യർ അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്ത സിനിമ മിസ്റ്റർ എക്സ് ആണ്. തമിഴിൽ റിലീസ് ചെയ്ത സിനിമ ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്. മലയാളത്തിൽ എമ്പുരാനാണ് നടിയുടേതായി അവസാനം റിലീസ് ചെയ്തത്.